മനുഷ്യരെന്ന് പറഞ്ഞാൽ ഭയങ്കര അഭിനേതാക്കളാണ്. കാരണം നമുക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി കരയുന്നത് പാല് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ കുട്ടി കരയുന്നതും ആ കുട്ടി ചിരിക്കുന്നതും ആ കുട്ടി നമ്മളെ നോക്കുന്നതൊക്കെ ആ കുട്ടിക്ക് ഒരു കെയർ കിട്ടാനും ആ കുട്ടീനെ എടുക്കാനും ലാളിക്കാനും ആരെങ്കിലുമൊക്കെ ഉമ്മവയ്ക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കുട്ടിയെയും പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന്. അതിനുശേഷം ആ കുട്ടി വലുതാകുമ്പോൾ ഇങ്ങനെ പെരുമാറരുത്, നീ പെണ്ണാണ് ആണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയൊക്കെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ആളുകൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കും എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ അവരെ ഒരു വേറെ രീതിയിലേക്കുള്ള ഒരു വ്യക്തിയാവാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ ഒരു നല്ലൊരു കുട്ടിയാക്കുകയും പിന്നീടൊരു നല്ല യുവാവാക്കുകയും നല്ലൊരു യുവതിയാക്കുകയും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളായിരിക്കും മിക്കവാറും നല്ല മനുഷ്യരായിട്ട് അറിയപ്പെടുന്നത്. പച്ചയായിട്ടുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്, പുച്ഛിക്കപ്പെടുന്നവരും കൊള്ളരുതാത്തവനും പരിഷ്കാരമില്ലാത്തവരാണെന്ന് തോന്നും, റോ ആയിട്ടുള്ള മനുഷ്യരായിട്ട് തോന്നും, സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണെന്നൊക്കെ തോന്നും. പക്ഷേ ആക്ച്വലി അവർ അഭിനയം കാഴ്ചവെക്കാത്ത ആൾക്കാരാണ്. നമ്മളെപ്പോഴും പറയും മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ അല്ല എന്ന് പറയും. പക്ഷേ മൃഗങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും അഭിനയിക്കാറില്ല. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സിംഹം ഗർജിക്കുകയാണെങ്കിൽ ആ സിംഹം അതിൻ്റെ അതിർത്തി നിശ്ചയിക്കുകയാണ്. ഈ അതിർത്തിയിൽ ഞാനുണ്ട്, ഈ അതിർത്തിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ഞാനാണ്, നിനക്ക് ഏണ ചേരണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം, എന്നെ തല്ലി തോൽപ്പിച്ചാൽ നിനക്ക് ഈ ഏരിയയിലെ രാജാവായിട്ട് ജീവിക്കാം. അങ്ങനെ ഒരു പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കുകയാണ്. അവർക്ക് അതിൻ്റെ അകത്ത് വേറെ നടിക്കലും കാര്യങ്ങളൊന്നുമില്ല, അത് ഡയറക്റ്റ് മെസ്സേജാണ്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മൾ ഒരു മനുഷ്യനെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സ്നേഹം നടിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ദയ കാണിക്കുന്നത് നമ്മളവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പലപ്പോഴും സൗഹൃദങ്ങൾ തേടിപ്പോകുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. മൃഗങ്ങളെ കുറ്റം പറയുമെങ്കിലും നമ്മൾ ശരിക്കും പറഞ്ഞ മൃഗങ്ങളെക്കായി പോക്കരിയാണ്. അപ്പോൾ ഈ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നവർ പലപ്പോഴും രക്ഷപ്പെടാറുണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഈ പറയുന്ന അഭിനയം കൂടുതൽ കാഴ്ചവെക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ ഉള്ളിൽ ഹൃദയത്തിലെ സ്ഥാനം നഷ്ടപ്പെടാറുണ്ട്. പലപ്പോഴും അവരെ ചതിയന്മാരായിട്ടും വഞ്ചകന്മാരായിട്ടും ആളുകൾ മനസ്സിലാക്കാറുണ്ട്. പച്ച മനുഷ്യനായിട്ട് ജീവിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ പറ്റും, മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കാൻ പറ്റും, നമ്മളാൽ മറ്റുള്ളവർക്ക് വേദന കിട്ടാതിരിക്കും. അപ്പോൾ അതൊക്കെയായിരിക്കും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല പല ദുരന്തങ്ങൾക്കും കാരണമൊക്കെ അതൊക്കെ തന്നെയായിരിക്കും. കാരണം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അഭിനയമാണ് എന്നുള്ളത്. അഭിനയം മനസ്സിലാക്കി വരുമ്പോഴും ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദൂരം താണ്ടിയിട്ടുണ്ടാവും.